ഹലോ സുഹൃത്തുക്കളെ, ഓണക്കാലമായാൽ പിന്നെ നമ്മൾ കുറച്ച് കായൊക്കെ വറക്കുന്നത് ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മളെല്ലാം പാക്കറ്റിൽ വാങ്ങുമല്ലേ. അപ്പോൾ ഈസി ആയിട്ട് കായ വറക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ബൾക്കായിട്ടൊക്കെയാണ് പണ്ട് നമ്മൾ വറുത്തിരുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനെടുത്ത് ഇതുപോലെ വറക്കാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കായത്തോണ്ട് ഇതുപോലെ കുനുകുന അരിയുക. നമ്മൾ ഇത്തവണ ചെമ്മീനിട്ടിട്ടാണ് കേട്ടോ കായത്തോണ്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ പയറും പരിപ്പും നാളികേരമൊക്കെ ചേർത്ത് കായത്തോണ്ട് ഉപ്പേരി വയ്ക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇത്തവണ ചെമ്മീൻ ചേർത്തൊന്ന് വെച്ച് നോക്കാം. ചെമ്മീനൊന്ന് തിളച്ച് വരുമ്പോൾ കുനുകുന അരിഞ്ഞ കായത്തോണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തൊന്ന് വേവിക്കുക. ഇതിന് വലിയ വേവൊന്നുമില്ല കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ മതി. പിന്നെ അതുപോലെ നമുക്ക് വാഴപ്പിണ്ടിയുടെ ടേസ്റ്റും നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ കിരികിര കടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറിയൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം കേട്ടോ ഇത് കറി വയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ കൂട്ടാത്തിനൊക്കെ താളിപ്പ് ഉണ്ടാക്കുന്ന പോലെ കുറച്ച് കടുകും ഉള്ളിയൊക്കെ ഇട്ടിട്ട്, മുളക് തരി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് നല്ലപോലെ വഴന്ന് വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കായത്തൊണ്ട് എടുത്ത് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി ചേർത്ത് കുറച്ച് നേരം വഴറ്റുക കേട്ടോ. വഴറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേ ഇത് ഓഫ് ചെയ്യാവൂ. പിന്നെ നമ്മൾ പച്ചമുളക് ഇടാൻ ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളത് നേരത്തെ തന്നെ ഒന്ന് ചേർത്തേക്കണം. കറിവേപ്പിലയും ഇതൊക്കെ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ അതെ, നല്ല കായത്തൊണ്ട് ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം നിങ്ങൾ കാണുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഉലർത്തി കഴിയുമ്പോൾ അത് വറ്റിച്ച് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ചെമ്മീനിട്ട് വയ്ക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ കായത്തൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ന്യൂജനിന് ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കിരികിര ടേസ്റ്റും എല്ലാം എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ഡോക്ടർമാർ എന്താ പറയാറ്, എപ്പോഴും നാരുള്ള ഭക്ഷണം കഴിക്കൂ എന്ന് പറയുമല്ലേ. അപ്പോൾ നമുക്ക് ഈ കായത്തൊണ്ടിൽ നിന്നൊക്കെ നാര് ധാരാളം ലഭിക്കുന്ന ഫുഡാണ് കേട്ടോ. അപ്പോൾ കായത്തൊണ്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓണക്കാലം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ എല്ലാവരും തിരുവോണം ആഘോഷിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല തിരുവോണാശംസയും അതോടൊപ്പം വീഡിയോകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.